കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു കോമൺ ഫാക്ടറാണ് ഇന്ന് സൂപ്പർ മാർക്കറ്റിന്റെ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിന്റെ സക്സസിന് പിന്നിൽ എന്ന് കൃത്യമായിട്ട് പറയാം. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ മുന്നോട്ടുള്ള സൂപ്പർ മാർക്കറ്റ് അല്ലെ ഹൈപ്പർ മാർക്കറ്റിന്റെ വിജയം വളരെ ബുദ്ധിമുട്ടായിട്ട് മാറും, വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞൊരു വലിയ ഘടകം, അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിലെ പല ഗ്രൂപ്പും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിന്റെ ഓണേഴ്സ് അല്ലെ മാനേജേഴ്സ് അവർ പല സ്ട്രാറ്റജി ഫോളോ ചെയ്യാറുണ്ട്. പലരും പല സ്ട്രാറ്റജി ഫോളോ ചെയ്യും. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമാണ് ഈ ഓഫർ സെയിലൊക്കെ. ഇപ്പൊ ഓഫർ സെയില്, 1+1 ഓഫർ, 50% ഓഫർ, അല്ലെങ്കിൽ പല ടൈപ്പിലുള്ളതുണ്ട്, ബൈ 1 get 1 എന്നൊക്കെ പറഞ്ഞ പല രീതിയിലുള്ള ഓഫറുകൾ ഇന്ന് സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റുകാർ കൊടുക്കുകയും ഒരു ഓഫർ സോൺ തന്നെ സൂപ്പർ മാർക്കറ്റിനകത്ത് അല്ലെ ഹൈപ്പർ മാർക്കറ്റിനകത്ത് സെറ്റ് ചെയ്യുകയും അതിലൂടെ സെയിൽസ് മെച്ചപ്പെടുത്താനും ഒക്കെ മാക്സിമം ട്രൈ ചെയ്യുക. പക്ഷെ ഇതിലൊക്കെ ഉപരിയായി ഈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ വലിയൊരു ഫാക്ടർ, ആ പോയിന്റിൽ കൂടുതൽ ശ്രദ്ധിച്ച് അത് എത്രത്തോളം പെർസെൻറ്റേജ് കൂട്ടിയെടുക്കാമോ അത്രത്തോളം നമ്മുടെ സക്സസ് കൂടും എന്നുള്ള ഒരു വസ്തുതയും കൂടെ മനസ്സിലാക്കണം. ഈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട ഏറ്റവും അത്യാവശ്യ ഘടകം സ്റ്റാഫിന്റെ സാറ്റിസ്ഫാക്ഷനാണ്. അവിടുത്തെ എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആണെങ്കിലേ അവിടെ വരുന്ന കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അപ്പം എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ എംപ്ലോയിയെ എങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യണം, അവരെ എങ്ങനെ നമ്മൾ നമ്മുടെ കൂടെ നിർത്തി കൊണ്ടുപോകണം, ആ ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വളരെ പെട്ടെന്ന് പറയാം, ഒരു ചെറിയ ക്ലിപ്പാണ്, വീഡിയോ ക്ലിപ്പാണ്, അപ്പം വളരെ പെട്ടെന്ന് തീർക്കാം. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അത് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോറിലെ സ്റ്റാഫ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. എങ്ങനെ സ്റ്റോറിലെ സ്റ്റാഫിനെ സാറ്റിസ്ഫൈഡ് ആക്കാം? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം ചില സ്റ്റോറുകൾ ലീവ് കൊടുക്കുന്നതിനകത്ത് വലിയ ബുദ്ധിമുട്ടുകൾ കാണിക്കും. ചിലര് 1 മണിക്കൂർ ലേറ്റ് ആയാൽ സാലറി കട്ട് ചെയ്യും. മറ്റു ചിലര് കൃത്യമായിട്ട് സാലറികൾ കൊടുക്കില്ല, 1, 2, 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കും. അപ്പൊ അങ്ങനെ പല രീതിയിൽ സ്റ്റാഫിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ അതൊന്നും മനസ്സിലാക്കിക്കൊണ്ട് അതൊന്ന് ഒഴിവാക്കി കൃത്യമായിട്ടൊരു സാലറി ഡേറ്റും കൊടുത്ത് സ്റ്റാഫ് സാറ്റിസ്ഫൈഡ് ആകാനുള്ള ചെറിയ ചെറിയ അവാർഡുകൾ, ഇപ്പം മന്ത്ലി മീറ്റിങ്ങുകൾ, മന്ത്ലി ബെസ്റ്റ് എംപ്ലോയി അവാർഡ്, അങ്ങനെയൊക്കെയുള്ള അവാർഡുകൾ സ്റ്റാഫിന് കൊടുത്ത്, നല്ല ക്ലാസ്സുകൾ സ്റ്റാഫിന് കൊടുത്ത്, ഒരു കസ്റ്റമറെ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് സ്റ്റാഫിന് പറഞ്ഞു കൊടുത്ത്, നമ്മുടെ ഓഫറുകൾ എങ്ങനെ കസ്റ്റമറിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്ത് ഒക്കെയാണ് നമുക്ക് സെയിൽസ് കൂട്ടിയെടുക്കാനും അതോടൊപ്പം സ്റ്റാഫ് സാറ്റിസ്ഫൈഡ് ആകാനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പം നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം അതിനകത്ത്, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന കോമൺ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു, കസ്റ്റമർ വന്ന് എടുത്തു പോകുന്നു, അതിനകത്ത് എന്താ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, അതിനകത്ത് എന്താ വർക്ക്, അതിനകത്ത് എന്താണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കാനുള്ളത്? അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. എന്നോട് പലരും വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, നല്ല ഓഫറുകൾ കൊടുക്കുന്നുണ്ട്, സ്റ്റാഫ് ആവശ്യമുള്ള ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണല്ലോ, പിന്നെ എന്തിനാണ് പിന്നെ ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ച എന്ന് എന്നോട് ചോദിച്ചപ്പം, ഈ അടുത്തിടെ നടന്നൊരു സർവേയിൽ പലരും ആ സർവേയുടെ ചെറിയ ക്ലിപ്പുകൾ കണ്ടു കാണും. ഈ ഫീൽഡിലുള്ളവർക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിൽ 60% കസ്റ്റമേഴ്സ് അൺഹാപ്പി ആയിട്ടാണ് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്ത് പുറത്തോട്ട് പോകുന്നത്. 60% കസ്റ്റമേഴ്സ് അൺഹാപ്പി ആയിട്ടാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ 60%-ൽ എത്ര പേര് നമ്മുടെ സ്റ്റോറിലേക്ക് തിരിച്ചു വരും. ബാക്കി 40% എന്ന് പറയുന്നത് ഒന്നിലെ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ആ റൂട്ടിലൂടെ യാത്ര ചെയ്തപ്പം പർച്ചേസ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ നല്ല കാർ പാർക്കിംഗ് ഫെസിലിറ്റിയും വലിയ ഷോപ്പും കണ്ടിട്ട് ഒരു അട്രാക്ഷൻ തോന്നി കയറിയവരായിരിക്കാം. അതൊക്കെ ഒരു 40% മാറിപ്പോകും. ഈ 60% കസ്റ്റമേഴ്സും അൺഹാപ്പി ആയിട്ട് ഇറങ്ങി പോകുന്നു എന്ന് പറയുമ്പോൾ ഇവരെ ഹാപ്പി ആക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കസ്റ്റമേഴ്സ് ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് നമ്മുടെ സ്റ്റാഫ് ഹാപ്പി ആയിരിക്കണം. ഈ സ്റ്റാഫിനെ ഹാപ്പി ആക്കാൻ ചെയ്യേണ്ടത് കൃത്യമായ പ്രോഡക്റ്റ് നോളജ് ഒന്ന് സ്റ്റാഫിന് കൊടുക്കുക. അപ്പൊ ഈ പ്രോഡക്റ്റ് നോളജും ഹാപ്പിയും തമ്മിൽ എന്താ ബന്ധം? ഈ പ്രോഡക്റ്റ് നോളജ് ഉണ്ടെങ്കിൽ സ്റ്റാഫിന് കസ്റ്റമേഴ്സിനോട് സംസാരിക്കാൻ പറ്റും. ധാരാളം പ്രോഡക്റ്റുകൾ ഉണ്ട് ഇന്ന് സ്റ്റോറിൽ, ധാരാളം പ്രോഡക്റ്റുകൾ. ഒരു കസ്റ്റമർ ഡൗട്ട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഒന്നത്.
രണ്ടാമത്തെ കാര്യം, നല്ല ട്രെയിനിങ് കൊടുത്തിട്ട് സ്റ്റാഫിനെ എങ്ങനെ കസ്റ്റമേഴ്സുമായിട്ട് സംസാരിക്കാം, കസ്റ്റമേഴ്സിന് എന്താണ് പറയേണ്ടത്. ഇപ്പം ഓഫർ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ആ ഓഫർ പ്രോഡക്റ്റിന്റെ ഏത് കാര്യമാണ് കസ്റ്റമറുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടതെന്ന് വരെ കൃത്യമായിട്ട് സ്റ്റാഫിന് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഓഫർ പ്രോഡക്റ്റിന് അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ചില കസ്റ്റമേഴ്സ് പറയും എനിക്ക് ഓഫർ പ്രോഡക്റ്റ് വേണ്ട, എനിക്ക് സിംഗിൾ പീസ് മതി. അപ്പൊ തിരിച്ചവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ്, സാറ് 2 പീസ് വാങ്ങിക്കുമ്പം സാറിന് 20 രൂപ ലാഭമാണ്. അപ്പം ആ പ്രോഡക്റ്റിന്റെ അഡ്വാൻറ്റേജ് അല്ലെ കസ്റ്റമർക്ക് അതുകൊണ്ട് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണ് അത് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ സ്റ്റാഫിനെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് സ്റ്റാഫിനെ കൂടുതൽ കസ്റ്റമേഴ്സുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്താൽ തീർച്ചയായിട്ടും കസ്റ്റമർ ഹാപ്പിയാവും, സ്റ്റാഫും ഹാപ്പിയാവും. പിന്നീട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു മന്ത്ലി മീറ്റിംഗിൽ ഒരു സ്റ്റാഫിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കുക, ഡെയിലി സ്റ്റാൻഡപ്പ് മീറ്റിംഗിൽ സ്റ്റാഫിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കുക, അവരുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ നല്ല ക്വാളിറ്റിയുള്ള ഫുഡും നല്ല അക്കോമഡേഷനും നമുക്ക് കൊടുക്കാൻ സാധിക്കുക. അതോടൊപ്പം ഒരു 5-ാം തീയതിക്ക് മുമ്പ് സാലറി കൊടുക്കാൻ സാധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമാക്കി കഴിഞ്ഞാൽ സ്റ്റാഫ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പൊ ബേസിക്കലി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെ കൊണ്ട് മാത്രമേ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കുറച്ച് കസ്റ്റമേഴ്സിനെ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ, മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിലേ നമ്മുടെ സ്റ്റോർ വിജയകരമായിട്ട് മുന്നോട്ട് പോവുള്ളൂ. ആ കസ്റ്റമർ നമ്മുടെ കസ്റ്റമർ ആയിരിക്കണം. ആ കസ്റ്റമർ സ്ഥിരമായിട്ട് നമ്മുടെ സ്റ്റോറിൽ വരാൻ കൺസ്യൂമർ കാർഡുകൾ, അതുപോലെ നമ്മളുടെ പോയിന്റ് റിഡംഷൻ, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കസ്റ്റമേഴ്സിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പൊ ബേസിക് ആയിട്ട് സ്റ്റാഫിന്റെ സാറ്റിസ്ഫാക്ഷൻ വലിയൊരു ഘടകമാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിന്റെ സക്സസിന് പിന്നിൽ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി തന്നെ സ്റ്റാഫിനെ ആ രീതിയിൽ ട്രെയിൻ ചെയ്ത് സ്റ്റാഫ് ഹാപ്പിയാണോ ഇല്ലയോ എന്ന് തിരിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ എന്തുകൊണ്ടല്ല, ഇനി മാനേജറിന്റെ മിസ്റ്റേക്ക് ആവാം, ചിലപ്പോൾ അക്കൗണ്ട്സിൽ നിന്നുള്ള മിസ്റ്റേക്ക് ആകാം, അക്കൗണ്ട്സിൽ നിന്നൊക്കെ കൂടുതൽ ടോർച്ചർ ചെയ്യും സ്റ്റാഫിനെ, ചിലപ്പോൾ മാനേജർ ടോർച്ചർ ചെയ്യും സ്റ്റാഫിനെ, ഇല്ലെങ്കിൽ HR മാനേജറുടെ ഭാഗത്തു നിന്നുള്ള പ്രഷർ സ്റ്റാഫിന് താങ്ങാൻ പറ്റിയെന്ന് വരികയില്ല. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്റ്റാഫിനെ കൃത്യമായിട്ട് പഠിച്ച് സ്റ്റാഫിന് കൊടുക്കേണ്ട ക്ലാസ്സുകളും അവർ ഹാപ്പിയാണോ എന്ന് ചെക്ക് ചെയ്യുകയും അല്ലെങ്കിൽ ഹാപ്പി ആക്കാനുള്ള സംവിധാനവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ സൂപ്പർ മാർക്കറ്റിന്റെ മാനേജ്മെന്റ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എംപ്ലോയി അല്ലെങ്കിൽ സ്റ്റാഫ് ഉണ്ടെങ്കിൽ മാത്രമേ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. അതിലൂടെ നമ്മുടെ സ്റ്റോർ ഡെവലപ്പ് ചെയ്യുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഈ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്യുക. അതിന് നിങ്ങൾക്ക് അതുകൊണ്ട് മെച്ചമായ സെയിലിലേക്ക് വരാൻ സാധിക്കും. താങ്ക് യു വെരി മച്ച്.